ഇൻസ്റ്റഗ്രാമിലെ ഡ്രാമ അല്ലെങ്കിൽ എന്താ പോപ്പും കണ്ടുകൊണ്ട് കുത്തിരിക്കുന്ന സമയത്ത് മെസ്സേജ് ഇങ്ങനെ വരും. മെസ്സേജ് വന്നാൽ നമുക്കറിയാം നമ്മൾ സ്ഥിരം പരിപാടിക്ക് തന്നെയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം. ഫുഡ് എന്തെങ്കിലും വേണ്ടി വരും, കാരണം എല്ലാവരും കുത്തിരുന്ന് എന്തെങ്കിലും കാണുന്നുണ്ടാവും. അതിലാണെങ്കിൽ ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതും ഉണ്ടാവും. അത് കണ്ടാൽ പിന്നെ നമുക്ക് കഴിക്കാതെക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്താണോ വീട്ടിലുള്ള സാധനം അതെടുത്ത് നമ്മൾ അങ്ങോട്ട് കലക്കി കുത്തി ഉണ്ടാക്കിക്കോളും. അതിപ്പോൾ നന്നാവണമെന്നുമില്ല, നന്നാവരുതൊന്നുമില്ല. അപ്പം നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞ് രാത്രി ഉണ്ടാക്കുന്ന ആ ഒരു രസം തന്നെയാണ് ഇതിൻ്റെ മെയിൻ. കൊറോണ സമയത്താണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് ഈ ഡ്രാമയ്ക്ക് ഇത്ര തോതിൽ ബിഞ്ച് വാച്ചും ചെയ്യാൻ തുടങ്ങിയത്. അപ്പം എന്താണെന്ന് വെച്ചാലേ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അതിലാണെങ്കിൽ ഫുള്ള് ഫുഡ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിശക്കാതെക്കോ. അപ്പം എന്ത് ചെയ്യും, ഇവിടെ ഉള്ളത് പെറുക്കി തിന്നലായിരുന്നു ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞപ്പം സാധനങ്ങൾ ലാക്ക് വന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടി തുടങ്ങി. അപ്പോൾ ഓരോ ദിവസവും ഓരോ വിഭവമൊന്നും ഉണ്ടായിന്ന് വരില്ല. ചിലപ്പം ഒരാഴ്ച മൊത്തം ഒരു വിഭവത്തിൽ തന്നെ പിടിക്കും. എന്നാലും സാരമില്ല. പക്ഷെ നമ്മളെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഒക്കെ കൊണ്ടുവരലുണ്ട്. പാക്കറ്റുകളുള്ള രീതിയിൽ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതൊക്കെ മാറ്റിയിട്ട് പല രീതിയിൽ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയതേ കൊറിയൻ ഡ്രാമയിലെ ഡ്രാമയോണൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ആ റെസിപ്പി നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരാം.